കൈരളി ന്യൂസ് എക്സ്ക്ലൂസീവ്. UDF ഭരണകാലത്ത് മദ്യനയത്തിന്റെ മാറ്റത്തെക്കുറിച്ച് പഠിക്കുവാൻ ടൂറിസം തൊഴിൽ വകുപ്പ് സെക്രട്ടറിമാരെ നിയോഗിച്ചിരുന്നു എന്നതിന്റെ രേഖകൾ പുറത്ത്. ടൂറിസം സെക്രട്ടറിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മദ്യനയത്തിൽ ആവശ്യമായ മാറ്റവും വരുത്തി. അന്ന് എക്സൈസ് മന്ത്രിയായിരുന്ന കെ ബാബു നിയമസഭയിൽ നൽകിയ മറുപടിയാണിത്. എന്നാൽ എക്സൈസ് നയത്തിൽ ടൂറിസം വകുപ്പിന് കാര്യമില്ല എന്നാണ് ഇന്നത്തെ പ്രതിപക്ഷ നേതാവിന്റെ വാദം. എക്സൈസ് നയത്തിൽ ടൂറിസം വകുപ്പിന് കാര്യമില്ല എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ വാദം. അബ്കാരി പോളിസി പരിശോധിക്കുന്നത് ടൂറിസം ഡിപ്പാർട്ട്മെന്റാണ്. ഇത് എന്ത് ഭരണമാണ് ഇവിടെ നടക്കുന്നത്? അപ്പോൾ ടൂറിസം ഡിപ്പാർട്ട്മെന്റ്, ടൂറിസം വകുപ്പ് അനധികൃതമായി ഇടപെട്ടു. ഇനി UDF ഭരണകാലത്തെ കുറച്ച് കാര്യങ്ങൾ പരിശോധിക്കാം. 2015 മാർച്ച് 17 നിയമസഭയിൽ ടൂറിസം തൊഴിൽ മേഖലയിൽ മദ്യനയം സൃഷ്ടിച്ച തിരിച്ചടികൾ എന്ന വിഷയത്തിൽ ഇത് പഠിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിച്ചിട്ടുണ്ടോ എന്ന പുരുഷൻ കടലുണ്ടിയുടെ ചോദ്യത്തിന് അന്നത്തെ എക്സൈസ് മന്ത്രി കെ ബാബു നൽകിയ മറുപടി ഇപ്രകാരമാണ്. 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് മാത്രം ബാർ ലൈസൻസ് നൽകാൻ 2014-15 വർഷത്തെ മദ്യനയത്തിൽ തീരുമാനിച്ചു. ഇത് തൊഴിൽ, ടൂറിസം, വ്യവസായ മേഖലയിൽ ഉണ്ടാക്കുന്ന തിരിച്ചടി പഠിക്കാൻ ടൂറിസം തൊഴിൽ വകുപ്പ് സെക്രട്ടറിമാരെ ചുമതലപ്പെടുത്തി. ഇവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മദ്യനയത്തിൽ ആവശ്യമായ മാറ്റം വരുത്തിയെന്ന് മന്ത്രി വ്യക്തമാക്കുന്നു. ബിയർ, വൈൻ പാർലറുകൾക്ക് ലൈസൻസ് നൽകാൻ തീരുമാനിച്ചത് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. ടൂറിസം തൊഴിൽ വകുപ്പ് സെക്രട്ടറിമാരുടെ റിപ്പോർട്ടിനെ തുടർന്നാണ് മദ്യനയം പുനഃപരിശോധിച്ചത് എന്ന് എക്സൈസ് മന്ത്രി തന്നെ നിയമസഭയിൽ സമ്മതിച്ചിരുന്നു. മന്ത്രിയായിരുന്ന കെ ബാബു നിയമസഭയിൽ നൽകിയ മറുപടിയുടെ പകർപ്പ് ഇത് വ്യക്തമാക്കുന്നു. മദ്യനയം ടൂറിസം ഉൾപ്പെടെയുള്ള മേഖലകളെ ബാധിക്കുന്ന സാഹചര്യത്തിലായിരുന്നു അന്ന് റിപ്പോർട്ട് തേടിയത്. ടൂറിസം മേഖലയിലെ സംഘടനകൾ അന്ന് ബാറുകൾ അടച്ചുപൂട്ടുന്ന മദ്യനയം പുനഃപരിശോധിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. AP അനിൽകുമാറായിരുന്നു അന്ന് ടൂറിസം മന്ത്രി, ഷിബു ബേബി ജോൺ തൊഴിൽ മന്ത്രിയും. എന്നാൽ ഭരണം മാറിയപ്പോൾ UDFന്റെ നിലപാടും മാറി എന്നതാണ് ഇപ്പോൾ കാണുന്നത്. ഷീജ, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.